ഇപ്പോൾ സംഷാദ് മരക്കാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സംഷാദ് മരക്കാർ, വയനാട്ടിലെ ദുരന്തബാധിതരെ കോൺഗ്രസ് വഞ്ചിച്ചു എന്ന ഒരു തോന്നൽ പൊതുവെ ഉണ്ടായിരിക്കുകയാണ്. 100 വീട് വാഗ്ദാനം ചെയ്തിട്ട് ഒരു വീടിന്റെ പോലും പണി തുടങ്ങാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. പണി നടക്കുന്നു എന്ന് പറഞ്ഞത് വി.ഡി. സതീശനാണ്, പക്ഷേ അവിടെ പണി തുടങ്ങിയിട്ടില്ല എന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാന വിഷയമായി തന്നെ ഇത് മാറുകയാണ്. ഈ ഉയരുന്ന സംശയങ്ങളിൽ വ്യക്തത വരുത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ എത്തിയിരുന്നില്ല, എന്നാലും ചർച്ചയുടെ ചില ഭാഗങ്ങളൊക്കെ കേൾക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ ആങ്കർ എന്നുള്ള രീതി താങ്കളുടെ സംശയം കോൺഗ്രസിന്റെ പണം പിരിച്ചതിൽ മാത്രമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. കോൺഗ്രസ് പിരിച്ച തുകയെക്കുറിച്ചും അത് എത്ര തുക കിട്ടി എന്നുള്ളത് കൃത്യമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുകയുണ്ടായി. ഞങ്ങൾ വാങ്ങിയ ഭൂമിയും പറയുകയുണ്ടായി. ഭൂമിയുടെ ഒന്നാമത്തെ ഭൂമിയുടെ രജിസ്ട്രേഷൻ പൂർത്തിയായി, രണ്ടാമത്തെ ഭൂമിയുടെ പേയ്മെന്റ് പൂർത്തിയായി, അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ അവസാന ഘട്ടത്തിലാണ് എന്നുള്ളതാണ്. താങ്കൾ ഈ ചോദ്യം ഒന്നും CPM-ന്റെ പ്രതിനിധിയായ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ അടക്കം ഈ ചർച്ചയിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഞാൻ തിരിച്ചു നിങ്ങളോട് ചോദിക്കുന്നത്, കോൺഗ്രസ് പിരിച്ചപ്പോൾ 5 കോടി രൂപയെ കിട്ടിയുള്ളൂ എന്നുള്ളത് സംശയോക്തിയോടുകൂടിയാണ് നിങ്ങൾ കാണുന്നത്. അത്രയും കിട്ടിയിട്ടുണ്ടാകുമല്ലോ, അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള സംശയമൊക്കെ താങ്കൾക്ക് തോന്നുന്നുണ്ട്. ദേശീയ തലത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടി പിരിച്ചിട്ട് കിട്ടിയ തുക എന്ന് പറയുന്നത് 92 ലക്ഷം രൂപയാണ്. അതിൽ താങ്കൾക്ക് സംശയമില്ല. ആ 92 ലക്ഷം രൂപയാണോ ദേശീയ തലത്തിൽ CPM പോലെയുള്ള ഒരു പാർട്ടി പിരിച്ചിട്ട് കിട്ടിയത് എന്നുള്ളൊരു ചോദ്യം താങ്കൾക്കില്ല. DYFI 20 കോടി രൂപ കൊടുത്തത് CMDRF-ലേക്കാണോ എന്നുള്ളത് താങ്കൾക്ക് ഉറപ്പുണ്ട്. ഏത് അക്കൗണ്ടിലേക്ക്, CMDRF-ലേക്കാണോ DYFIയുടെ 20 കോടി രൂപ കൊടുത്തത്? അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് DYFI CMDRF-ന്റെ ഒരു രജിസ്റ്റേർഡ് ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ആര് പണം കൊടുത്താൽ അതെന്താണ് ഇത്ര കാലമായിട്ട് DYFIയുടെ ഭാഗത്ത് നിന്നും അത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പൊതുമധ്യത്തിലോ കാണിക്കാത്തത്? 1. 2, CM-ന്റെ പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിക്ക് ചെക്ക് കൈമാറിയത് ഒരു വേദിയിൽ വെച്ച് CMDRF എന്ന് പറഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞിട്ടാണ് ഈ പണത്തിന്റെ ക്രയവിക്രയം നടക്കുന്നത്. അപ്പൊ അന്ന് ചെക്ക് കൊടുക്കുമ്പോൾ DYFIയുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഇല്ലാത്ത പണം കാണിച്ചുകൊണ്ടായിരുന്നു അന്ന് ചെക്ക് കൊടുത്തത് എന്ന് CPM-ന്റെ പ്രതിനിധി പറയണം. അല്ലെങ്കിൽ ആ പണം അന്ന് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു, ഞങ്ങൾ 10 മാസം കഴിഞ്ഞിട്ടാണ് കൈമാറിയത് എങ്കിൽ ഈ 10 മാസം ഏത് ബാങ്കിൽ പണം നിക്ഷേപിച്ചു, അതിന്റെ പലിശ ആരെടുത്തു, അത് CPM-ന്റെ പ്രതിനിധി പറയട്ടെ. CMDRF-ലേക്കാണോ DYFI പണം നൽകിയതെങ്കിൽ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് എന്താ കാണിക്കാത്തത്? ഇനി താങ്കൾ കോൺഗ്രസിനോട് ചോദിക്കുന്ന ചോദ്യം, ഇത്ര തുകയെ കിട്ടിയുള്ളൂ എന്ന് ആങ്കറായ താങ്കൾക്കുണ്ടാവുന്ന ഒരു സംശയം എന്ന് പറയുന്നത് കോൺഗ്രസിന് കൂടുതൽ പണം കിട്ടുമെന്നുള്ള ധാരണയിലാണ്. പക്ഷേ ഞങ്ങൾ കിട്ടിയ 5 കോടി 38 ലക്ഷം രൂപയെ കിട്ടിയുള്ളൂ എന്നുള്ളതും അതിന്റെ ചെലവും ഞങ്ങൾ പറയുന്നത് താങ്കൾക്ക് ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവില്ല. അത് താങ്കളുടെ വിശ്വാസം താങ്കൾ നിലനിർത്തട്ടെ. CPM ദേശീയ തലത്തിൽ പിരിച്ചത് 92 ലക്ഷം രൂപ ഒരു അക്കൗണ്ട് വഴിയാണ്. ഇടപെട്ടോട്ടെ ശ്രീ സംഷാദ്, ഇതിപ്പോ 54 കോടി രൂപയുടെ സ്ക്രീൻഷോട്ടൊക്കെ 54 കോടി രൂപയുടെ സ്ക്രീൻഷോട്ടൊക്കെ പൊതു ഇടങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതിന്റെ വസ്തുത എത്രമാത്രമാണ് എന്നത് കണ്ടെത്തിക്കോട്ടെ. പക്ഷേ ഈ ആപ്പ് ഒരു ആപ്പ് വഴിയാണല്ലോ ഈ പണം പിരിച്ചത്. എന്തുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ആ ആപ്പ് അപ്രത്യക്ഷമായി പോകുന്നത്? എന്തുകൊണ്ടാണ്? നിങ്ങൾ ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പിരിച്ച പണമാണെങ്കിൽ കൂടുതൽ വ്യക്തതയുള്ള തെളിവുകൾ നിങ്ങൾക്ക് പുറത്തു നൽകാമല്ലോ. എന്തുകൊണ്ടാണ് അത് നൽകാത്തത്? ഇത് ഒരു അക്കൗണ്ട് വഴി നടന്ന ട്രാൻസ്ഫർ ആണല്ലോ. ആ അക്കൗണ്ടിൽ എപ്പോഴാണ് ഈ പണം പിൻവലിച്ചത്, എന്തിനു വേണ്ടിയാണ് പിൻവലിച്ചത് എന്നതിലൊക്കെ കൂടുതൽ വ്യക്തത വരുത്താമല്ലോ. എന്തുകൊണ്ടാണ് ആ വ്യക്തത ഉണ്ടാകാത്തത്? അപ്പൊ അതേ ഒരു വ്യക്തതയാണ് ഞാൻ ആങ്കറായ താങ്കളോടും ശ്രീ KT കുഞ്ഞിക്കണ്ണനോടും ചോദിച്ചത്. CPM ദേശീയ തലത്തിൽ പിരിച്ചത് ഞാനത് CPM-നോട് ചോദിക്കാന്നേ. CPM-നോട് ഞാനത് ചോദിക്കാം. ഞാൻ താങ്കളോട് ചോദിച്ചതിനുള്ള മറുപടി പറയൂ. താങ്കൾ ഇപ്പൊ ഈ ചർച്ച തുടങ്ങി അരമണിക്കൂറായിട്ടും താങ്കൾ ഈ ഒരു ചോദ്യം താങ്കൾ ചോദിക്കാത്തത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. ഇനി ശരി, ഞങ്ങൾ ആപ്പ് വഴിയാണ് പണം പിരിച്ചത്, ആപ്പിന് ചെലവായ തുക ഞങ്ങൾ പറഞ്ഞല്ലോ. പിന്നെ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു സമയപരിധി വെച്ച് കഴിഞ്ഞാൽ ആ സമയപരിധിയിൽ പിരിവ് അവസാനിക്കും. അല്ലാതെ ഇത് എല്ലാ കാലവും നീണ്ടു നിൽക്കുന്ന ഒരു പിരിവ് ഒരാളും നടത്താറില്ല. ഒരു സമയപരിധി വെച്ചു, ഞങ്ങളുടെ സമയപരിധി വെച്ചു, ഞങ്ങൾ ആ സമയപരിധിക്ക് ആപ്പിൽ നിന്നും ഞങ്ങൾ പിരിവ് നിർത്തി. ഞങ്ങൾ കിട്ടിയ പണം ബാങ്കിലേക്ക് നിക്ഷേപിച്ചു. അതിൽ നിന്നും 3.20 ഏക്കർ ഭൂമി വാങ്ങി, അതിന്റെ പണം ഞങ്ങൾ നൽകി. 2.7 ഏക്കർ ഭൂമിക്ക് ഞങ്ങൾ പണം നൽകി. അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാവുന്നു. അവിടെ ലാൻഡ് ക്ലിയറൻസ് ഞങ്ങൾ നടത്തി. ഇനി അവിടെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട്. പിന്നെ തറക്കല്ല്
വീട് പണിയുടെ എല്ലാം പൂർത്തിയായിട്ടാണ് തറക്കൽ ഇടുക എന്നുള്ളതൊക്കെയാണ് താങ്കൾ ചെറിയ കുട്ടികൾ ചോദിക്കുന്ന പോലുള്ള ചോദ്യമാണ്. ആ സ്ഥലത്ത് തറക്കൽ ഞങ്ങൾ ഇട്ടത് അവിടെ ഭൂമി നിർമ്മാണം നടത്താൻ പറ്റുമെന്നുള്ളതും അവിടെ ഭൂമിയിൽ വീട് വെക്കുന്നതിന് യാതൊരുവിധ നിയമപ്രശ്നങ്ങളില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ അതിന്റെ ഘട്ടത്തിലേക്ക് നടന്നത്. ഇനി ആ സ്ഥലം പ്ലോട്ട് തിരിക്കണം. പ്ലോട്ട് തിരിച്ച് ജില്ലാ ടൗൺ പ്ലാനറിൽ നിന്നും ഞങ്ങൾക്ക് അനുമതി കിട്ടണം. ഈ ഇലക്ഷന്റെ സമയത്ത് ഞങ്ങൾ അത് ചെയ്യും. ഈ ഇലക്ഷൻ സമയം അനുമതി കിട്ടിയില്ല എന്നുള്ളത് താങ്കൾ തന്നെ പറയുന്നുണ്ട്. അപ്പോ അനുമതി കിട്ടിയില്ല, അവിടെയാണ് പണി തുടങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഈ പണി തുടങ്ങുക എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത് അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? ഞങ്ങൾ ആ ഭൂമി വാങ്ങുന്നതിന് മുമ്പ് ആ ഭൂമി എങ്ങനെയായിരുന്നു എന്നും ഞങ്ങൾ ആ ഭൂമി വാങ്ങിയ 1 മാസത്തിനുള്ളിൽ ആ ഭൂമിക്ക് ഞാൻ താങ്കളെ തിരിച്ചു വരാം. നമുക്കൊപ്പം ഇപ്പോൾ നിതിൻ നോബൽ കൂടി ചേരുകയാണ്. താങ്കൾ പറഞ്ഞതിൽ നമുക്കൊരു വ്യക്തത. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.